നമസ്കാരം. മാതൃഭൂമി എക്സ്വേലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വർക്കലയെ നടുക്കിയ ആസൂത്രിതമായ കുറ്റകൃത്യം. ഗൂഢാലോചന നടന്നത് വിദേശത്ത്. സംഭവം നടക്കുമ്പോൾ മുഖ്യ പ്രതികളിൽ ഒരാളും വിദേശത്ത്. കേരളത്തെ നടുക്കിയ മൃഗീയ കുറ്റകൃത്യങ്ങളിൽ ഒന്നായിരുന്നു വർക്കല സലീം വധക്കേസ്. ഒട്ടേറെ പ്രത്യേകതകളുള്ള വർക്കല സലീം വധക്കേസിന്റെ അന്വേഷണമാണ് ഇത്തവണ മാതൃഭൂമി എക്സ്വേലിൽ. ഒരാളെ കൊല്ലണം എന്ന് മനഃപൂർവ്വം ആലോചിച്ച് ഉറപ്പിച്ച് ദീർഘനാളുകൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് പോലീസ് ഈ കേസ് അന്വേഷിക്കും എന്ന തിരിച്ചറിവുണ്ടായി. പോലീസ് അന്വേഷിക്കുന്നത് ഈ വിധത്തിലായിരിക്കും എന്ന് പ്രതി മുൻകൂട്ടി കണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള വലിയ പ്ലാൻ തയ്യാറാക്കി ആ പ്ലാൻ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കി കുറ്റകൃത്യം കഴിഞ്ഞതിന് ശേഷം എന്നെ ആരും പിടിക്കില്ല എന്നുള്ള പരിപൂർണമായ ഉറപ്പിൽ ഒരുപക്ഷെ തൻ്റെ സാന്നിധ്യം കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് പൂർണ്ണമായി ഇല്ലാതാക്കി അങ്ങനെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേസാണ് ഏതാണ്ട് 5 വർഷം മുമ്പ് നടന്ന എല്ലാവർക്കും അറിയാവുന്ന വർക്കല സലീം മർഡർ കേസ്. സൗദി അറേബ്യയിലെ റിയാദിൽ പണമിടപാട് ബിസിനസ്സായിരുന്നു വർക്കല സ്വദേശി സലീമിന്. കഠിനാധ്വാനം കൊണ്ട് വിജയം വരിച്ച പ്രവാസി, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും അത്താണിയായിരുന്ന 44കാരൻ. ഭാഗ്യാന്വേഷികളായി മണലാരണ്യത്തിലെത്തിയ പലരുടെയും ജീവിതം നട്ടുനനച്ചു വളർത്തിയ പരോപകാരി. അപ്പോൾ അവിടെ ഈ സാമ്പത്തിക ഇടപാടുകൾ, ഇങ്ങനെ പ്രവാസികളുടെ ഇടയിൽ സാമ്പത്തിക ഇടപാടൊക്കെ നടക്കുക, കുറച്ച് പൈസ അഡ്വാൻസ് ചെയ്യുക, അത് തിരിച്ചു വാങ്ങിക്കുക, അങ്ങനെ ഒരു പരിപാടിയുണ്ട് അവിടെ. അത് പൂർണ്ണമായിട്ടും അവിടെ നിയമവിധേയമല്ല. അതുകൊണ്ട് ഓഫ് ദ റെക്കോർഡായിട്ടാണ് ഈ പരിപാടികളെല്ലാം നടത്തുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമല്ല, വായ്പ കൊടുക്കുക, വായ്പ തിരിച്ചു വാങ്ങിക്കുക, കച്ചവടം ചെയ്യാൻ വേണ്ടിയുള്ള വായ്പകളാണിത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു ബിസിനസ് ഈ സലീമിന് ഉണ്ടായിരുന്നു. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു NRI ആകുമ്പോൾ കുറച്ചേറെ ആളുകൾക്ക് നല്ല സഹായമൊക്കെ ചെയ്ത് കൊടുക്കുമല്ലോ, ബന്ധുക്കളുണ്ട്. 2011 ജൂൺ 29 സലീം അവധിക്ക് നാട്ടിലെത്തി. വർക്കലയിൽ വീടിന്റെ പണി നടക്കുന്നുണ്ട്. അതിന് മേൽനോട്ടം വഹിക്കണം. സലീമിന്റെ പെട്ടെന്നുള്ള വരവിന്റെ ഉദ്ദേശം അതായിരുന്നു. ഒരു വീട് പണിയുന്നുണ്ടായിരുന്നു. ആ വീട് പണിയുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വീട്ടിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാമെന്നും പറഞ്ഞ് ഈ സലീമിൻ്റെ സ്വന്തം കാറിൽ അയാൾ പോയി. പിന്നെ അയാളെ ആരും കണ്ടിട്ടില്ല. പിന്നെ അയാൾ തിരിച്ചു വന്നു. പണി നടക്കുന്ന വീട്ടിലേക്ക് ജോലിക്കാളെ സംഘടിപ്പിക്കാനാണ് അന്ന് സലീം സ്വന്തം കാറിൽ വീട്ടിൽ നിന്ന് പോയത്. തിരിച്ചു വരാതെയായപ്പോൾ ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചു. പരാതി കൊടുത്തു കഴിഞ്ഞ് പോലീസ് അന്വേഷണത്തിൽ ഈ കാറ് കണ്ടുകിട്ടുന്നു. കല്ലമ്പലത്തിൻ്റെ അവിടെ നിന്ന് കൊണ്ട് ഈ കാറ് കണ്ടുകിട്ടുന്നു. ഒരു വിവരമില്ല. ആളിവിടാന്ന് യാതൊരു വിവരമില്ല. കല്ലമ്പലം ചാത്തമ്പാറയിൽ കാർ ഉപേക്ഷിച്ച് സലീം എങ്ങോട്ടാണ് പോയത്? സാധാരണ എവിടേക്ക് പോയാലും വീട്ടിലറിയിക്കുന്ന സ്വഭാവമുണ്ട് സലീമിന്. എന്നാൽ കാണാതാവുന്നതിന് മുമ്പ് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിട്ടില്ല. നിരവധി സാമ്പത്തിക ഇടപാടുകളുള്ള വ്യക്തിയാണ്. ഇതോടെ വീട്ടുകാർക്ക് സംശയം വർദ്ധിച്ചു. ഇതൊരു വലിയ പ്രശ്നമായി. അദ്ദേഹത്തിന് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ വരികയും പോലീസിനെ കൊണ്ടുപോവുകയും അന്വേഷിക്കുകയും പോലീസിനെ അത് ഇൻവോൾവ് ആകുകയും പോലീസിനതിൽ യാതൊരു അനാസ്ഥയും കാണിച്ചിട്ടില്ല. ആദ്യത്തെ മണിക്കൂർ മുതൽ തന്നെ പോലീസ് വളരെ ആക്റ്റീവായിട്ട്, വർക്കല പോലീസ് ആക്റ്റീവായിട്ട് രംഗത്തുണ്ട്. പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമാണെങ്കിലും കാണാതായ വ്യക്തിയെക്കുറിച്ച് സൂചനകളൊന്നുമില്ല. എല്ലാ വഴികളിലും അന്വേഷണം തുടരുകയാണ്. അപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യമാണ്, ആദ്യം തന്നെ കാണാതായ ആളിൻ്റെ മൊബൈൽ ഫോൺ എവിടെയാണെന്ന്
ട്രേസ് ചെയ്യും. സലീമിൻ്റെ നമ്പർ വെച്ച് സലീമിനെ വിളിച്ച കോൾ റെക്കോർഡ്സ് എടുത്ത് നോക്കിയപ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പറിൽ നിന്ന് സലീമിനെ വിളിച്ചിട്ടുണ്ട്. പല നമ്പർ വിളിച്ചിട്ടുണ്ട്, പല നമ്പറിലും വിളിച്ച് കിട്ടുന്നില്ല. പക്ഷേ ഒരു സലീമിനെ വിളിച്ച ഒരു നമ്പറിലേക്ക് വിളിച്ചപ്പം ആൻസർ ചെയ്യുന്നില്ല. ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണവും ഫലം കാണാതായതോടെ ബന്ധുക്കൾ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ചു. തിരോധാന കേസ് ഡിവൈഎസ്പിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന നിർദ്ദേശമാണ് കോടതി നൽകിയത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി KE ബൈജു കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തു. ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടിയുള്ളതിനാൽ വളരെ വേഗം തന്നെ തിരോധാന കേസിന്റെ അന്വേഷണം ആരംഭിച്ചു. കാണാതായ സലീമിനെ കണ്ടെത്താൻ നിരവധി കോണുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട്. ധാരാളം ആളുകൾ ഈ അന്വേഷണത്തിൻ്റെ മധ്യേ ഇങ്ങനെ സമ്മർദ്ദമായിട്ട് വരുന്നുണ്ട്. അതിൽ മുമ്പിൽ നിന്നിരുന്നത് ഒരു അദ്ദേഹത്തിൻ്റെ അവിടുത്തെ അടുത്ത സുഹൃത്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന സൗദിയിലെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പങ്കാളി പോലെ തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു ഷെറീഫ് എന്ന് പറഞ്ഞൊരു യുവാവാണ് ഇതിൻ്റെ ആവേശപൂർവ്വം പോലീസ് അന്വേഷണത്തിനെ സഹായിക്കാനായിട്ട് നിന്നത്. ഇയാൾ വരുന്നതിന് മുമ്പ് ജസ്റ്റ് മുമ്പ് ഒരാൾ വന്നിരുന്നു, ഗൾഫിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ മരണത്തിനുമൊക്കെ അയാളുണ്ടായിരുന്നു, ശവടക്കിനും പിന്നെ വീട്ടിൽ ആശ്വസിപ്പിക്കാനും ഒക്കെ അയാളുണ്ടായിരുന്നു. അയാളുടെ ഒരു ഷെറീഫ് എന്നാണ്. അങ്ങനെ അയാളെ വിളിച്ച് അയാൾ എല്ലാവരും മൊഴി എടുത്ത് കൊടുത്ത് അയാളെ നമ്മൾ വിളിച്ച് ചോദിച്ചിരുന്നു. കാണാതാവുന്നതിന് മുമ്പ് സലീമിന്റെ ഫോണിലേക്ക് വന്ന വിളികൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഉറ്റ സുഹൃത്തായ ഷെറീഫിന് പുറമെ മറ്റൊരു ഫോണിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്. ആ നമ്പർ കണ്ടെത്താനുള്ള ശ്രമത്തിലായി അന്വേഷണ സംഘം. ദുരൂഹതയുടെ ഇഴ കൂടുതൽ ദൃഢമാവുകയായിരുന്നു ആ അന്വേഷണത്തിൽ. സലീമിനെ കാണാതായ ദിവസം സലീമിനെ വിളിച്ചിട്ടുള്ളൊരു ഫോണുണ്ട്. അപ്പോൾ ആ ഫോണിൻ്റെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഞങ്ങൾ വെരിഫൈ ചെയ്തപ്പോൾ ആ ഫോൺ സലീമിനെ വിളിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ ആരെയും വിളിച്ചിട്ടില്ല. സലീമിന്റെ തിരോധാനത്തിൽ ആ ഫോൺ ഉപയോഗിച്ചയാൾക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു. ആ കോൾ ആരുടേതായിരുന്നു? അത് കണ്ടെത്താനുള്ള തീവ്രശ്രമം ആരംഭിച്ചു. സിം കാർഡ് എടുക്കാൻ വേണ്ടി കൊടുത്ത ഡീറ്റെയിൽസ് റെക്കോർഡ്സൊക്കെ പരിശോധിച്ചു. അപ്പോൾ ആളുടെ രൂപം ഒരു കഷ്ണത്തിലെ ആളാണ്. അപ്പോൾ അയാളെ പറ്റി ആ അഡ്രസ്സ് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ആളില്ല. ഈ അഡ്രസ്സും ഈ ആളും തമ്മിൽ വൈരുദ്ധ്യം. ഈ സിം കാർഡ് എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പാസ്പോർട്ടുണ്ട്, ആ പാസ്പോർട്ടിനെ പറ്റി അന്വേഷിച്ചു. അങ്ങനെ കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിൽ ഈ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോൾ 5 നമ്പർ മാറ്റാൻ പറ്റില്ല. അങ്ങനെ ആ നമ്പർ വെച്ചിട്ട് ഒരു പാസ്പോർട്ടിൻ്റെ ഹോൾഡർ ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങനെ അയാളെ പിന്നെ അന്വേഷിച്ചപ്പോൾ അയാൾ ആ സമയത്ത് ഗൾഫിലാണ്. ഒരു വ്യക്തിയുടെ ഫോട്ടോയും മറ്റൊരു വ്യക്തിയുടെ പാസ്പോർട്ടിന്റെ പകർപ്പും ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ തിരിച്ചറിയൽ രേഖയിലാണ് ആ സിം കാർഡ് സംഘടിപ്പിച്ചതെന്ന് വ്യക്തമായി. സംശയം ഇരട്ടിക്കുകയാണ്. അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ മറവിലിരുന്ന് ആരോ സലീമിനെതിരായി ആസൂത്രിത നീക്കം നടത്തിയിരുന്നുവെന്ന് പോലീസ് ഉറപ്പിച്ചു. ഈ ടെലിഫോൺ വിളിച്ച ആ ദിവസങ്ങളിലുള്ള ട്രാക്ക് എന്ന് പറയും, CDR ഒക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ അത് സഞ്ചരിക്കുന്നത് കോള് തുടങ്ങുന്നത് ഒരു സ്ഥലത്തു നിന്നാണ്, അവസാനിക്കുന്നത് വേറെ സ്ഥലത്തു നിന്നാണ്. ഇത് രണ്ടും ഒരിടത്ത് തന്നെയാണ്, സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതും. ഇതോടെ ഫോൺ വിളികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ സലീമിന്റെ തിരോധാന രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ കഴിയുമെന്നുറപ്പിച്ചു അന്വേഷണ സംഘം. സലീമിനെ അവസാനം സന്ദർശിച്ച കുടുംബത്തിനു പുറത്തുള്ള ആൾ, അവസാനം വിളിച്ചവരിൽ ഒരാൾ എന്ന നിലയ്ക്കാണ് ഷെറീഫിന്റെ ഫോൺ വിശദാംശങ്ങളും പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത്. പിന്നീട് അതിൻ്റെ ട്രാക്ക് എടുത്ത് പരിശോധിച്ചപ്പോൾ ഷെറീഫ് മൂവ് ചെയ്യുന്ന സ്ഥലത്തു കൂടെ തന്നെയാണ് ഈ നമ്പർ മൂവ് ചെയ്യുന്നത്. സലീമിനെ കാണാതായ സമയത്ത് ഉള്ള ഇയാളുടെ അവസ്ഥയും മറ്റേ നമ്പറിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് തന്നെയാണ്. അങ്ങനെ കൂടുതൽ സംശയം വന്നു. ഷെരീഫിന്റെ മേൽ സംശയം ബലപ്പെട്ടു. സലീമിനെ കാണാതായതിന്റെ രഹസ്യം ഷെരീഫിന് അറിയാതിരിക്കില്ല എന്നുറപ്പാണ്.
സലീമിനെ വിളിച്ച അജ്ഞാത നമ്പർ ഉപയോഗിച്ചിരുന്നത് ഷെരീഫാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു. ഷെരീഫിനെ വീണ്ടും വിളിച്ച് മൊഴിയെടുത്തു. എന്നാൽ ആ മൊഴി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആ മൊഴി അസത്യങ്ങളുടെ ശൃംഖല തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു. ഇയാൾ ആ ദിവസങ്ങളിൽ ജോലിക്ക് വേണ്ടി ഒരു പിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു. അയാളുടെ വീട്ടിൽ പറമ്പിൽ കക്കൂസ് നിറഞ്ഞു, അത് മാറ്റാൻ വേണ്ടി പിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ജോലിക്ക് വിളിച്ച ആളെന്ന് പറയാം. അപ്പൂന്ന് അയാൾ വരാം. അപ്പോൾ അയാളോട് സംസാരിച്ചപ്പോൾ, സാറേ അത് അവിടെ ഞാൻ കുഴിച്ച് ശരിയാണ്, പക്ഷേ അങ്ങനെ ഒരു കക്കൂസ് നിറഞ്ഞതിൻ്റെ ഇതൊന്നും കണ്ടിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി. പിന്നീട് അയാൾ വേറൊരു നമ്പർ വിളിച്ചപ്പോൾ ഒരു മോഹനൻ, അയാൾ ഈ കോഴി കടക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫിസിക്കലി അത് ആ പറഞ്ഞ സ്ഥലത്ത് വെരിഫൈ ചെയ്തപ്പോൾ അത് ഒരു കൊല്ലനാണ്, കോഴിക്കടയല്ല. പക്ഷേ കോഴിക്കട തൊട്ടടുത്തുണ്ട്. പക്ഷേ അയാൾ നമ്പർ കൊല്ലം നമ്പറാണ്, കോഴിക്കട നമ്പർ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇതിൽ സംശയം വന്നു. പിന്നെ ഇയാളുടെ ഉറക്കമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഡോക്ടറെ കണ്ട കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. സലീമിനെ കാണാതായ ദിവസം ഷെരീഫിന്റെ പ്രവൃത്തികളും പോലീസ് വിശദമായി അന്വേഷിച്ചു. അന്ന് അയാൾ എവിടെയായിരുന്നു, എന്തൊക്കെ ചെയ്തു, തെളിവുകൾ ഒന്നൊന്നായി ചുരുളഴിഞ്ഞു വന്നു. അന്ന് കുടുംബത്തിനെയൊക്കെ ഇയാൾ മാറ്റി നിർത്തിയേക്കുക. ഇയാൾ അന്ന് യാത്ര ചെയ്തത് വേറൊരാളുടെ വണ്ടിയിലാണ്, ഒരു ടാക്സി കാർ, അംബാസഡർ കാർ. അങ്ങനെ അയാളെ വിളിച്ചിട്ടുണ്ട്, അയാൾ തിരിച്ച് വണ്ടി എടുക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നിരവധി ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്തു. അയാളെ ബോധ്യപ്പെടുത്തി, അയാൾ പറഞ്ഞ എല്ലാം കളവാണ്. ഇത്രയൊക്കെ തയ്യാറെടുപ്പോടെ ഷെരീഫ് സലീമിനെ എന്തു കുരുക്കിലാണ് അകപ്പെടുത്തിയത്? സലീമിന് എന്തു പറ്റി? സലീമിന്റെ തിരോധാനത്തിൽ അതീവ ദുഃഖിതനായിരുന്ന ഉറ്റ സുഹൃത്തായിരുന്ന ഷെരീഫിന് ഇതിൽ എന്താണ് പങ്ക്? അന്വേഷണത്തിൽ പോലീസിനെ സഹായിക്കാനും സലീമിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും മുൻപന്തിയിൽ നിന്ന ഷെരീഫ് ഇത്രയും കാലവും അഭിനയിക്കുകയായിരുന്നുവോ? ലഭിച്ച തെളിവുകൾ ഒന്നൊന്നായി നിരത്തി ഒരിക്കൽ കൂടി അന്വേഷണ സംഘം ഷെരീഫിനെ ചോദ്യം ചെയ്തു. ഇത്തവണ പക്ഷേ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ കൈപിടിച്ചുയർത്തിയ സഹോദരതുല്യനായ മനുഷ്യനെ അതിദാരുണമായി കൊലപ്പെടുത്തിയതാണെന്ന് ഷെരീഫ് സമ്മതിച്ചു. പിന്നെയും കളവാണ് പറഞ്ഞത്. ഞാൻ എങ്ങനെ അയാളെ കൊലപ്പെടുത്തി, വർക്കല പാപനാശത്തുള്ള പാറയിൽ നിന്ന് കടലിലേക്ക് എടുത്തു എറിഞ്ഞു. അങ്ങനെയൊന്നും ഒരിക്കലും ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ സലീം എന്ന് പറഞ്ഞാൽ ഒരു എബൌട്ട് 6 feet ഉള്ള ആളാണ്, ഹെവി ഉള്ള ആളാണ്. അപ്പോൾ ഒറ്റയ്ക്കൊരിക്കലും ഇയാൾ ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മൾ കൂടുതൽ ചോദിച്ചപ്പോൾ യഥാർത്ഥ കാര്യം പറഞ്ഞു. വീണ്ടും ചോദ്യം ചെയ്തതോടെ സത്യം പുറത്തു വന്നു. ഉറ്റ സുഹൃത്തിനെ മൃഗീയമായി കൊലപ്പെടുത്തിയ സത്യം. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിൽ സലീമിന്റെ ജീവനെടുത്തത് എങ്ങനെയെന്ന് ഷെരീഫ് പോലീസിനോട് വിശദീകരിച്ചു. ആണുങ്ങൾ വീഴ്ത്താൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് ഇയാളെ വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനെ അയാൾ വേറെ ചില ആളുകളുടെയൊക്കെ ഫോണിൽ സംസാരിച്ചു, സ്ത്രീകളുടെ സംസാരമൊക്കെ കേൾപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് ഇയാൾ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ സലീമിനെ കൊണ്ടുചെന്ന സമയത്ത് സലീമിനെ ബിയർ കുടിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ബിയർ കൊടുത്ത സമയത്ത് അയാൾ ശരി ഒരു ഗ്ലാസ് കുടിക്കാമെന്ന് പറഞ്ഞ് ബിയർ കൊടുത്തു. ബിയർ തണുപ്പിക്കാത്ത ബിയറാണ്. അപ്പോൾ അതിന് ഐസ് ക്യൂബ്സ് ഇടാൻ തണുക്കാമെന്ന് പറഞ്ഞിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഐസ് ക്യൂബ്സ് എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ കണ്ട് നൈറ്റ് റെസ്റ്റ് ടാബ്ലറ്റ് വാങ്ങിയിരുന്നു, പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് പല മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും 65ഓളം ടാബ്ലറ്റ് വാങ്ങി. ഈ ടാബ്ലറ്റ്സ് എല്ലാം വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കിയത്. അപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ട് ബിയർ കൊടുത്തു. ഒരു ഗ്ലാസ് ബിയർ കുടിച്ചപ്പോൾ തന്നെ സലീം മയക്കത്തിൽ വീണപ്പോൾ ഇയാളെ വലിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി. ബാത്റൂമിൽ വെച്ചിട്ടിട്ട് അവിടെ ഇട്ടാണ് തല വെട്ടി മാറ്റി പിന്നെ പല പീസാക്കിയിട്ട് അയാൾ ആ പിറ്റിൽ മറവ് ചെയ്യുകയായിരുന്നു.
കൊലപാതകത്തിന് മുമ്പ് ഒട്ടേറെ ആസൂത്രണങ്ങൾ ഷെരീഫ് നടത്തിയിരുന്നു. മൃതദേഹം മറവ് ചെയ്യാൻ കുഴിവെട്ടി, പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കത്തി നിർമ്മിച്ചു, ഭാര്യയെ ഉൾപ്പെടെ വീട്ടിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിവാക്കി. അതിനുശേഷമാണ് സലീമിനെ വീട്ടിലെത്തിച്ച് മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം കൊലപ്പെടുത്തി വെട്ടിനുറുക്കിയത്. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ കൊണ്ടുവന്ന ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ഒക്കെ തന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നീട് ഈ കൊല്ലനെ കൊണ്ട് പ്രത്യേകിച്ച് കത്തി ഉണ്ടാക്കി. അപ്പം അയാൾ ചോദിച്ചു എന്താ വെച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തമിഴ്നാട്ടിലെങ്കോ ഈ ആടിനെ ഇതാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കുന്ന പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ തൊലി ഉരിയാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് തരത്തിലുള്ള ഒരു സ്പെസിഫിക്കേഷൻ പറഞ്ഞു കൊടുത്ത കത്തിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ പിറ്റിനകത്തിട്ട് മൂടി. നാടിനെ നടുക്കിയ കൊലപാതകമായിരുന്നു അത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറ്റവാളി. ഷെരീഫിന്റെ വീടിന്റെ പിൻവശത്തെ കുഴിയിൽ നിന്ന് വെട്ടിനുറുക്കി മറവ് ചെയ്ത മൃതദേഹം കണ്ടെത്തി. 9 കവറുകളിലാക്കിയാണ് മൃതദേഹം കുഴിയിൽ മണ്ണിട്ട് മൂടിയത്. പക്ഷേ ഈ കൃത്യത്തിനു പിന്നിൽ മറ്റാരെങ്കിലുമുണ്ടോ? ഷെരീഫ് ഒറ്റയ്ക്കാണോ ഈ കൊലപാതകം ചെയ്തത്? പോലീസ് അന്വേഷണം തുടർന്നു. പുതിയൊരു കഥാപാത്രം കൂടി അന്വേഷണ വഴിയിൽ തെളിഞ്ഞു വന്നു. സനോഫർ. സനോഫർ എന്ന് പറയുന്നത് ഷെരീഫിൻ്റെ സുഹൃത്താണ്. ആ സനോഫറിൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ഐഡൻറ്റിറ്റി, ഒരു പാസ്പോർട്ട് ഡോക്യുമെൻ്റ് വെച്ചാണ് കേരളത്തിൽ ഒരു ഫോൺ എടുക്കുന്നത്. ആ ഫോണിൽ നിന്നാണ് ഈ സലീമിനെ വിളിക്കുന്നത്. സലീമിൻ്റെയും ഷെരീഫിൻ്റെയും അടുത്ത സുഹൃത്താണ് സനോഫർ. സലീമിൻ്റെ മരണശേഷം സനോഫറിൻ്റെ പെരുമാറ്റവും സംശയാസ്പദമായിരുന്നു. സലീമിനെ കാണാതായപ്പോൾ സനോഫർ വിളിച്ച് ഉമ്മാനെ ആശ്വസിപ്പിച്ചില്ല, അല്ല ബന്ധുക്കളെ വിളിച്ച് ആശ്വസിപ്പിച്ചില്ല. ഈ ബോഡി റിക്കവർ ചെയ്തു. ഈ സംഭവങ്ങളൊക്കെ ഷെരീഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോലും ഒരു നാച്ചുറലായിട്ട് നമ്മൾ വിളിക്കും. അടുപ്പുള്ള ആളുകൾ എന്താ ചെയ്യുക, അവനങ്ങനെ ചെയ്തല്ലോ ഉമ്മ, അങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോലും സനോഫർ വിളിച്ചില്ല. അപ്പോൾ അതൊരു ഗിൽറ്റി കോൺഷ്യസ് ആണ്. അപ്പോൾ ഇവർ നമ്മൾ ഷെരീഫ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു. അങ്ങനെയാണ് സനോഫറിനെ വിളിച്ചു വരുത്തി കൂടുതൽ ചോദിച്ചത്. ഇതോടെ സലീമിനെ കൊലപ്പെടുത്തിയതിന്റെ കാരണം വ്യക്തമായി. ധനമോഹികളായ 2 പേർ ഒരു സാധു മനുഷ്യനെ കൊലപ്പെടുത്തുകയായിരുന്നു. സനോഫറും ഷെരീഫും സലീമിന്റെ പക്കൽ നിന്ന് രേഖകളില്ലാതെ ലക്ഷങ്ങൾ കടം വാങ്ങിയിരുന്നു. ഈ പണം തിരിച്ചു നൽകാതിരിക്കാൻ സലീമിനെ കൊലപ്പെടുത്തണം. സനോഫറിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഷെരീഫ് ആ കുറ്റകൃത്യം നടപ്പാക്കിയത്. പിന്നീട് ഷെരീഫിനെ ചോദിച്ചപ്പോഴാണ് ഷെരീഫ് പറഞ്ഞത് ഇങ്ങനെ ഒരു ആലോചന നടന്നിരുന്നു, കാശ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു പ്ലാൻ ചെയ്തത്. അവിടെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ സിവിയർ പണിഷ്മെൻ്റുള്ള തല വെട്ടിമാറ്റും, അങ്ങനെ പിടിക്കപ്പെട്ടാൽ. അതുകൊണ്ടാണ് ഇവിടെ വെച്ചൊരു പ്ലോട്ട് തയ്യാറാക്കിയത്. അൽവിടങ്ങുമില്ല. 4000-5000 കിലോമീറ്റർ അകലെയാണ് ഈ കൃത്യം നടക്കുമ്പോൾ ഈ സനോഫർ. ആ സനോഫറിനെ കൂടി ഈ കേസിൽ പ്രതിയാക്കുകയും സനോഫറിനെ സൗദി അറേബ്യയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരികയും ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയും സനോഫറിൻ്റെ പേരിലും ഗൂഢാലോചനയ്ക്ക് കേസ് കൊടുക്കുകയും ചെയ്തു. പ്രവാസിയായ സലീമിനെ കൊലപ്പെടുത്തിയ പ്രവാസികളായ കുറ്റവാളികൾ. കിലോമീറ്ററുകൾക്കപ്പുറം നടന്ന ഗൂഢാലോചന. ദൃക്സാക്ഷികളില്ലാത്ത കേസ്. എന്നിട്ടും കുറ്റം തെളിഞ്ഞു. പ്രതികൾ പിടിയിലായി. അവർ ശിക്ഷിക്കപ്പെട്ടു. ഷെരീഫിനെ ഡെത്ത് പെനാൽറ്റിയാണ് കൊടുത്തത്. സനോഫറിന് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. പരോളില്ലാത്ത തടവ് ശിക്ഷിച്ചപ്പോൾ 2 പേരും ജയിലിലാണ്. അപ്പോൾ അങ്ങനെ കേരള പോലീസിന് വളരെ അഭിമാനിക്കാവുന്ന ഒരു കേസാണ്. ആ കേസിൽ ഡിവൈഎസ്പി ആയിരുന്ന ബൈജു
അദ്ദേഹം നൽകിയ സംഭാവന വളരെ വളരെ മികച്ചതാണ്. അത് പ്രത്യേകം കോടതി തന്നെ അതിനെ പ്രശംസിച്ചിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ പ്രശംസിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ ആദരിച്ചിട്ടുമുണ്ട്. കുറ്റവാളികൾ എത്ര സമർത്ഥരായാലും എത്രമാത്രം ആസൂത്രണത്തോടെ കുറ്റകൃത്യം നടപ്പാക്കിയാലും ഒരു കച്ചിത്തുരുമ്പ് മതി കേരള പോലീസിന് പ്രതികളിലേക്കെത്താൻ എന്നതിൻ്റെ നേറുദാഹരണമാണ് വർക്കല സലീം വധക്കേസിൻ്റെ അന്വേഷണം. മാതൃഭൂമി എക്സ്വയലിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കുറ്റാന്വേഷണ കഥയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.